മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വടക്കാഞ്ചേരി ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപക രക്ഷാകർത്താ ദിനവും വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഒത്തുചേരലാണ്. എനിക്കുള്ളൊരു സങ്കടം എന്താ വെച്ചാൽ ഇത് നമ്മൾ പണിതിട്ടുള്ള കെട്ടിടത്തിലാക്കണമായിരുന്നു എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ പറയുമല്ലോ, വളരെ ചെറിയ ഒരു ഒരു കാര്യത്തിന് സർക്കാർ എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവരാണ് എന്ന് ധരിക്കരുത്. ഈ 2-3 ഘടകങ്ങൾ ചേർന്നതാണ്. ഒന്ന് എക്സിക്യൂട്ടീവ്, പിന്നൊന്ന് ജുഡീഷ്യറി, പിന്നൊന്ന് നിയമനിർമ്മാണ സംവിധാനം. അപ്പോൾ നിയമനിർമ്മാണ സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ജനപ്രതിനിധികളായ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് കൂടി ആർക്ക് സഞ്ചരിക്കാൻ കഴിയണം? എക്സിക്യൂട്ടീവിന് സഞ്ചരിക്കാൻ കഴിയണം. എക്സിക്യൂട്ടീവ് അങ്ങനെ സഞ്ചരിക്കാതിരിക്കുമ്പോൾ വരുന്ന ചില തകരാറുകൾ ഞാനതങ്ങനെ തന്നെ പറയുകയാണ്. ഇപ്പോൾ വടക്കാഞ്ചേരി ബോയ്സ് LP സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നാൾ വഴികൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഇവിടെ സിറാജ് ഇരിക്കുന്നുണ്ട്. സിറാജിന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ പക്ഷേ നിങ്ങൾ നല്ലൊരു കയ്യടി സിറാജിന് കൊടുക്കേണ്ടതാണ്. ഈ വർഷം ഞാൻ പറയണത്, ഒരു 5 കൊല്ലം മുമ്പ് സിറാജ് നമ്മുടെ ബോയ്സ് LP സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചത് 5 കൊല്ലം മുമ്പല്ല, ഒരു 8 കൊല്ലം. അപ്പോ അന്ന് ഒരു പൂർണ്ണമായ കെട്ടിടം പണിയാൻ മുനിസിപ്പാലിറ്റിക്ക് ആവുമായിരുന്നില്ല. പക്ഷെ സിറാജ് അതിന്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ MLA എന്ന രീതിയിൽ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 1 കോടി രൂപ അനുവദിക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലം പിന്നെ ഗവൺമെന്റ് ബോയ്സ് LP സ്കൂളാണ്. ഞാൻ പഠിച്ച വിദ്യാലയം കൂടിയാണ്. അങ്ങനെ ഞങ്ങൾ വളരെ ഭംഗിയായി ഒരു ആർക്കിടെക്റ്റിനെ കുറിച്ച് ഡിസൈൻ ചെയ്ത്, ഇപ്പോഴും ആ ഡിസൈൻ എന്താ മനസ്സിലാവുക, അതായത് PWDക്കാരോ LSPDക്കാരോ ഡിസൈൻ ചെയ്തതല്ലാതെ അങ്ങനെ ആരംഭിച്ചതാണ്. അതിൽ വേറെ സങ്കടമൊന്നുമില്ല. ആ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വന്ന അധിക തുക നമുക്ക് അതിൻ്റെ അനുമതിയുടെ പ്രത്യേക ഘട്ടത്തിലാണ്. പിന്നെ നമുക്കുള്ളൊരു ധൈര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ അങ്ങനെ അനുവദിച്ച് കിട്ടിയില്ലെങ്കിലും MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അത് പൂർത്തിയാക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഉണ്ട് എന്ന ധൈര്യമാണ് അത് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. PTA പ്രസിഡന്റ് സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സുബൈദ AM, ലിസി പോൾ, ഷിജു തലക്കോടൻ, അഭിജിത്ത് എന്നിവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.